എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അമ്മിണി എസ് ഗുരുവായൂർ. ഇന്നത്തെ വിഷയം അരിമ്പാറ, പാലുണ്ണി, ആണിരോഗം, മറുകുകൾ എന്നിവ അഗ്നികർമ്മം ചെയ്ത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അരിമ്പാറ, പാലുണ്ണി അഥവാ വാട്ട് ഇവ സ്കിന്നിലും മ്യൂക്കസ് മെംബ്രെയിനിലും വരുന്ന പരുപരുത്ത മുഴ പോലെ തോന്നിക്കുന്ന ഒരു വളർച്ചയാണ്. കൈകാലുകളിലും മുഖത്തും കഴുത്തിലും കക്ഷത്തിലും ആണ് കൂടുതലായി ഉണ്ടാവാറുള്ളത്. പക്ഷേ മറ്റ് ശരീരഭാഗങ്ങളിലും ഇത് ഉണ്ടാവാറുണ്ട്. ഹ്യൂമൺ പാപ്പിലോമ വൈറസ് എന്ന മൈക്രോ ഓർഗാനിസം ആണ് വാട്ട് ഉണ്ടാകുന്നതിനുള്ള കാരണം. 6 തരത്തിലുള്ള വൈറസുകൾ ആണ് പ്രധാനമായും വാട്ട് ഉണ്ടാക്കുന്നത്. വെറൂക്ക വൾഗാരിസ്, വെറൂക്ക പ്ലാന, വെറൂക്ക പീഡിസ് തുടങ്ങിയ 6 തരം വൈറസ് ആണ് പ്രധാനമായും മനുഷ്യന്റെ ശരീരത്തിൽ അരിമ്പാറ ഉണ്ടാക്കുന്നത്. അരിമ്പാറ തന്നെയാണ് നമ്മൾ പാലുണ്ണി എന്നും പറയുന്നത്. പല രൂപത്തിലും വലിപ്പത്തിലും കളറിലും അരിമ്പാറ ഉണ്ടാവാറുണ്ട്. ഇത് കാലപ്പഴക്കം കൊണ്ട് ഉണ്ടായ വലിയ ഒരു വാർട്ടാണ്. ഇതിനെ അഗ്നികർമ്മ ചികിത്സ കൊണ്ട് ഏതാനും മിനിറ്റുകൾക്കകം കംപ്ലീറ്റ് ആയി മാറ്റാൻ സാധിക്കുന്നു. പഞ്ചലോഹ നിർമ്മിതമായ ശലാക നന്നായി ചൂടാക്കി അതുകൊണ്ട് കരിക്കുകയാണ് ചെയ്യുന്നത്. ഡയബറ്റിക് പേഷ്യൻസിനും അഗ്നികർമ്മം ചെയ്യാം. ഷുഗർ ഹൈ ലെവൽ ആണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് മാത്രം. അതുപോലെ ബ്ലീഡിംഗ് ഉണ്ടാവുകയുമില്ല. അഗ്നികർമ്മം ചെയ്തു മാറിയ ഒരു കേസും വീണ്ടും ഉണ്ടായിട്ടില്ല. അഗ്നികർമ്മം ചെയ്യാൻ തുടങ്ങിയ 2008 മുതൽ 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും പറയുന്നതാണിത്. സൈഡ് എഫക്റ്റ് ഇല്ലാത്തതും അപുനർഭവം എന്ന ഗുണം കൊണ്ടുമാവാം അഗ്നികർമ്മം ശ്രേഷ്ഠം എന്ന് പറയുന്നത്. ആയുർവേദത്തിലെ സർജറി വിഭാഗമായ ശല്യതന്ത്രം എന്ന വിഭാഗത്തിലെ ശസ്ത്രകർമ്മം, ക്ഷാരകർമ്മം, അഗ്നികർമ്മം എന്നീ 3 ചികിത്സാരീതികളിൽ ഒന്നാണിത്. ശലാക കൊണ്ട് കരിച്ചതിന് ശേഷം ഉടൻ തന്നെ കറ്റാർവാഴ കൊണ്ട് തുടയ്ക്കുകയാണ് ചെയ്യുക. കറ്റാർവാഴയ്ക്ക് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഈ പൊള്ളിയ ഭാഗത്തിൻ്റെ ചൂട് പെട്ടെന്ന് മാറുകയും കറ്റാർവാഴ പൊള്ളലിനുള്ള മരുന്നുകൂടെയാണ്. കറ്റാർവാഴ ജെൽ പൊള്ളലിനുള്ള മരുന്നായതുകൊണ്ട് തന്നെ മറ്റു മരുന്നുകളൊന്നും ഇതിനാവശ്യമില്ല. അഗ്നികർമ്മം ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി പുരട്ടാം. കറ്റാർവാഴ ജെല്ലും മഞ്ഞൾപ്പൊടിയും ബേൺസിനുള്ള മരുന്നായതുകൊണ്ട് ഇവയിൽ ഏത് വേണമെങ്കിലും പുരട്ടാവുന്നതാണ്. ഇത് മുഖം നിറയെ ചെറിയ ചെറിയ അരിമ്പാറയുള്ളത് അഗ്നികർമ്മം ചെയ്ത് മാറ്റിയതാണ്. ഇത് മൂക്കിനടുത്തുള്ള കുറച്ച് പഴക്കം ചെന്ന ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അരിമ്പാറ. ധാരാളമായും പഴക്കമുള്ളതുമായ അരിമ്പാറ, ആണിരോഗം എന്നിവയിൽ ആരഗ്വധ മഹാതിക്തകം, ഗുൽഗുലുതിക്തക മധുസ്നുഹി രസായനം മുതലായവ നിശേഷം മാറുന്നതിനും പിന്നീട് വരാതിരിക്കുന്നതിനും കൊടുക്കാറുണ്ട്. അഗ്നികർമ്മം ചെയ്തതിന് ശേഷമുള്ള ചിത്രം. ഇത് ഒരാളുടെ കഴുത്തിൽ പഴക്കം ചെന്നത് മൂലം കട്ടിയുള്ള അരിമ്പാറയാണ്. സാധാരണയായി ആദ്യം ഒരെണ്ണം ആണുണ്ടാവുക. പിന്നീട് അത് പല ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. ഇത് സ്പർശനം മൂലം മറ്റുള്ളവരിലേക്കും പകരാം. അതിനാൽ ഇവ പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റുന്നതാണ് ഉചിതം. ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തിയതിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി അരിമ്പാറ വരാൻ ഒരു കാരണമാണെന്ന് പറയപ്പെടുന്നു. ഏത് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിൽ വളരണമെങ്കിലും അതിന് അനുകൂലമായ അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. ഉദാഹരണം, അഴുക്കുള്ളിടത്താണ് പുഴുക്കൾ ഉണ്ടാവുന്നതെന്ന് അറിയാമല്ലോ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ നിറയുമ്പോൾ, ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ, ബോഡി അസിഡിക് ആവുമ്പോൾ, ചൂട് കൂടുമ്പോൾ മൈക്രോ ഓർഗാനിസംസിന് വളരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. ശരീരത്തിൽ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് സ്കിന്നിലാണ്. അതുകൊണ്ട് ലിവർ, ലിംഫോസൈറ്റ്, ബ്ലഡിലെ അസിഡിക് ലെവൽ, ശരീരത്തിലെ കൊഴുപ്പ്, ESR, തൈറോയ്ഡ് മുതലായവ ശ്രദ്ധിക്കണം. വിശപ്പില്ലായ്മ, കോൺസ്റ്റിപ്പേഷൻ ഇവ മാറ്റണം. ലിവർ ഉൾപ്പെടെ ശരീരം ശുദ്ധീകരിക്കാനും മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുവാനും ആയുർവേദത്തിൽ ചികിത്സയുണ്ട്. അരിമ്പാറ, ആണിരോഗം മുതലായവ സിവിയർ ആൻഡ് ക്രോണിക് ആണെങ്കിൽ ഇപ്രകാരം ചികിത്സകൾ കൊടുക്കാറുണ്ട്. കോൺ അഥവാ ആണിരോഗം ആണിത്. ടൈറ്റായ ഷൂ അല്ലെങ്കിൽ പാദരക്ഷകൾ സ്ഥിരമായി ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ
കാൽപാദങ്ങളിലുണ്ടാവുന്ന ഫ്രിക്ഷൻ അഥവാ ഘർഷണം കൊണ്ടും ഉണ്ടാവുന്നതാണ് അണുരോഗം. കോൺ രൂപത്തിലുള്ള കല്ലുപോലെ കട്ടിയായ ജീവനില്ലാത്ത കോശങ്ങളാണ് ഇത്. ഉള്ളിലേക്ക് ഷാർപ്പ് എഡ്ജായതിനാൽ നടക്കുമ്പോൾ ആണി തറയ്ക്കുന്നത് പോലെ വേദനയുണ്ടാവും. ആണി എന്ന് പറയുന്നത് ജീവനില്ലാത്ത കോശങ്ങൾ ആയതിനാൽ അഗ്നികർമ്മം ചെയ്ത് കരിക്കുമ്പോൾ വേദനയുണ്ടാവുന്നില്ല. കരിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയോ കറ്റാർ വാഴ ജെല്ലോ മാത്രം പുരട്ടിയാൽ മതിയാവും. 2 കാലിലും കൂടി 24 ആണികൾ ഉള്ള പേഷ്യൻറ്റിനെ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെയുള്ള കേസുകളിൽ ഉള്ളിലേക്ക് മെഡിസിൻ കൂടെ കൊടുത്താണ് കംപ്ലീറ്റായി അത് മാറ്റിയിരുന്നത്. ഇത് ബൈ ബർത്തിലുള്ള കവിളിലെ നിറയെ രോമങ്ങളോട് കൂടിയ ഡീപ്പ് റൂട്ടഡായ വലിയൊരു മറുകാണ്. 5 സിറ്റിംഗ് കൊണ്ട് കംപ്ലീറ്റായി കരിച്ചു. 1.5 മാസം കൊണ്ട് നോർമൽ സ്കിൻ വന്ന് മുഖം സാധാരണ പോലെയായി.